വന്ദേമാതരവും ജനഗണമനയും കൊമ്പുകോർക്കുമ്പോൾ സംഘപരിവാർ ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷവേളയിൽ ഇന്ന് കണ്ട ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഐറ്റം ദേശീയഗാനവും ദേശീയഗീതവും മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു അവിയൽ പെർഫോമൻസ് ആയിരുന്നു. ഇത് കേട്ട ഭാരതാംബ പോലും ചെവിയും പൊത്തി ഓടി. എങ്ങനെ ഓടാതിരിക്കും ഇത് കേട്ടാൽ? ദേശീയഗാനമാണോ വലുത്, ദേശീയ ഗീതമാണോ എന്ന് ചോദിക്കുന്നത് മോദിയാണോ വലുത്, അമിത്ഷായാണോ വലുത് എന്ന് ചോദിക്കുന്നത് പോലെയാണ്. ദേശീയഗാനത്തെയും ഗീതത്തെയും ചൊല്ലിയുള്ള ഈ കയ്യാങ്കളി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്ന് ആദ്യം നാം മനസ്സിലാക്കണം. സ്വാതന്ത്ര്യലബ്ധിക്ക് മുമ്പ് തന്നെ ഇതേ ചൊല്ലിയുള്ള വിവാദം ഇവിടെയുണ്ട്. ഇന്ത്യയിൽ വന്ദേമാതരം എന്ന ഗാനം ഔദ്യോഗികമായി ഒരു വലിയ രാഷ്ട്രീയ സാമൂഹിക വിവാദ വിഷയമായി മാറുന്നത് 1930കളുടെ അവസാനത്തോടെ, കൃത്യമായി പറഞ്ഞാൽ 1937 ബങ്കിം ചന്ദ്ര ചാറ്റർജി 1875 ഈ ഗാനം രചിക്കുകയും 1905 ബംഗാൾ വിഭജന വിരുദ്ധ പ്രക്ഷോഭകാലത്ത് ഇത് സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന മുദ്രാവാക്യമായി മാറുകയും ചെയ്തപ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളും ഇതൊരുപോലെ ഏറ്റെടുത്തിരുന്നു. എന്നാൽ പിൽക്കാലത്ത് ഈ ഗാനത്തെ ചൊല്ലി ഉയർന്ന തർക്കങ്ങളുടെ ചരിത്രപരമായ വഴിത്തിരിവുകളാണ് ഇനി പറയുവാൻ പോകുന്നത്. 1937 ഒക്ടോബറിൽ ലക്നൌവിൽ നടന്ന മുസ്ലിം ലീഗ് സമ്മേളനത്തിൽ വന്ദേമാതരം ഇസ്ലാമിക വിശ്വാസങ്ങൾക്ക് വിരുദ്ധമാണെന്നും വിഗ്രഹാരാധനയെ പ്രോത്സാഹിപ്പിക്കുന്നതാണിതെന്നും ആരോപിച്ച് ഒരു പ്രമേയം പാസാക്കി. കാരണം ഈ ഗാനത്തിന്റെ അവസാന ഖണ്ഡങ്ങളിൽ മാതൃഭൂമിയെ ദുർഗ, ലക്ഷ്മി എന്നീ ഹിന്ദു ദേവതകളുമായി സങ്കല്പിച്ച് പ്രകീർത്തിക്കുന്ന വരികളുണ്ട്. ഇത് തങ്ങളുടെ ഏകദൈവ വിശ്വാസത്തിന് വിരുദ്ധമാണെന്നായിരുന്നു അവരുടെ വാദം. വിവാദം കടുത്തതോടെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി CWC ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ 1937 ഒക്ടോബർ 26 കൊൽക്കത്തയിൽ യോഗം ചേർന്നു. രവീന്ദ്രനാഥ ടാഗോർ, മഹാത്മാഗാന്ധി എന്നിവരുടെ നിർദ്ദേശപ്രകാരം കോൺഗ്രസ് ഒരു സമവായ ഫോർമുല മുന്നോട്ട് വെച്ചു. ഗാനത്തിന്റെ ആദ്യത്തെ 2 സ്റ്റാൻസ മാത്രം ഔദ്യോഗിക പരിപാടികളിൽ ആലപിക്കുവാൻ തീരുമാനിച്ചു. ഈ ആദ്യ വരികളിൽ പ്രകൃതി ഭംഗിയെയും മാതൃഭൂമിയെയും മാത്രമാണ് വർണ്ണിക്കുന്നത്. മതപരമായ യാതൊരു പ്രകീർത്തനങ്ങളും ഇല്ല. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം വന്ദേമാതരത്തെ പൂർണ്ണമായി ദേശീയഗാനമാക്കിയെടുക്കണമെന്നൊരു ഭാഗം വാദിച്ചെങ്കിലും തർക്കങ്ങൾ ഒഴിവാക്കുവാൻ ജനഗണമന ദേശീയഗാനമായും വന്ദേമാതരത്തിന്റെ ആദ്യ 2 ഖണ്ഡങ്ങൾ ദേശീയ ഗീതമായും ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ അധ്യക്ഷതയിൽ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചു. അങ്ങനെ 1950 ജനുവരി 24 ഭരണഘടനാ അസംബ്ലിയിലായിരുന്നു ഈ തീരുമാനം കൈക്കൊണ്ടത്. അത് നല്ലൊരു തീരുമാനമായിരുന്നു. കാരണം സ്വതന്ത്ര ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്, ഹിന്ദു രാഷ്ട്രമല്ല. ഇവിടെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പാഴ്സികളും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ ജനവിഭാഗമുണ്ട്. അതുകൊണ്ട് രാജ്യത്തിന്റെ മതനിരപേക്ഷയെ കരുതി വളരെ ഉചിതമായ ഒരു തീരുമാനമായിരുന്നു അന്ന് ഭരണഘടനാ ശില്പികൾ കൈക്കൊണ്ടത്. ഇപ്പോൾ വന്ദേമാതരത്തിന്റെ 150ാം വാർഷിക വേളയിലും ഈ ഗാനം മുഴുവനായി ആലപിക്കുന്നതിനെ ചൊല്ലിയുള്ള രാഷ്ട്രീയ സാംസ്കാരിക സംവാദങ്ങൾ ഇന്ത്യയിൽ സജീവമായി തുടരുന്നതിന്റെ പിന്നിലും പ്രത്യയശാസ്ത്രപരവും രാഷ്ട്രീയപരവുമായ സംഘപരിവാർ അജണ്ടകൾ കൃത്യമായി ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അത് എന്താണ് എന്ന് നമുക്ക് ചുരുക്കത്തിൽ പരിശോധിക്കാം. BJPക്കും RSSനും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ യാതൊരു പങ്കും ഉണ്ടായിരുന്നില്ല എന്നൊരു അപകർഷതാബോധം അവർക്ക് ശക്തമായി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് പ്രസ്ഥാനത്തിന് മഹത്തായ ആ പാരമ്പര്യം പറയുവാനുള്ളപ്പോൾ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് അന്നും ഇന്നും പറയുവാനുള്ളത് വർഗീയത മാത്രമാണ്. BJP രൂപീകൃതമായത് എന്നാണ് 1980 ഏപ്രിൽ 6 BJP രൂപം കൊണ്ടിട്ട് വെറും 46 വർഷങ്ങളെ ആയുള്ളൂ എന്ന് ചുരുക്കം. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 33 വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് ഈ പാർട്ടി നിലവിൽ വന്നത്. BJPയുടെ മുൻഗാമിയായ ഭാരതീയ ജനതാ സംഘം രൂപീകരിക്കപ്പെട്ടതുപോലും സ്വാതന്ത്ര്യാനന്തരം, അതായത് 1951 മാത്രമാണ്. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ BJP എന്ന പാർട്ടിക്ക് പങ്കാളിയാകുവാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഈ പാർട്ടിയുടെ സൃഷ്ടാക്കൾക്ക് പോലും
സ്വാതന്ത്ര്യ സമരം എന്താണെന്ന് അറിയുവാനുള്ള ഒരു ഭാഗ്യം പോലും കിട്ടിയിരുന്നില്ല. ഇനി RSS എന്ന രാഷ്ട്രീയ സ്വയം സേവക് സംഘ് രൂപീകരിക്കപ്പെട്ടത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ആണ്. അതായത് 1925 സെപ്റ്റംബർ 27-നാണ്. സ്വാതന്ത്ര്യ സമരകാലത്ത് നിലവിലുണ്ടായിരുന്നിട്ടും ബ്രിട്ടീഷുകാർക്കെതിരെ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ഔദ്യോഗിക സമരങ്ങളിലോ കിറ്റ് ഇന്ത്യ പ്രസ്ഥാനം പോലെയുള്ള മുന്നേറ്റങ്ങളിലോ ഒരു സംഘടന എന്ന നിലയിൽ RSS ഔദ്യോഗികമായി പങ്കെടുത്തിട്ടില്ല. അന്നും ഹിന്ദു സമൂഹത്തെ സംഘടിപ്പിക്കുന്നതിലായിരുന്നു അവർ അന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ഈ അപകർഷതാബോധം ഇന്നും സംഘപരിവാർ ശക്തികളെ വല്ലാതെ അലട്ടുന്നുണ്ട്. അതിനുള്ള മറുമരുന്നായി അവർ കണ്ടെത്തിയ പോംവഴിയാണ് തീവ്ര ദേശീയത. രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സ്വാതന്ത്ര്യ സമരത്തിന് തന്നെ പാരവെക്കുവാൻ നടന്ന രാഷ്ട്രപിതാവിനെ തന്നെ ഇല്ലായ്മ ചെയ്ത ഇവരുടെ കപട അമിത ദേശസ്നേഹം നിങ്ങൾ തിരിച്ചറിയുക. ഇന്ത്യയെ ഹൈന്ദവ രാഷ്ട്രമാക്കുക എന്ന വർഗീയ ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകുന്ന സംഘപരിവാർ ശക്തികളുടെ കുബുദ്ധിയാണ് വന്ദേമാതര വിവാദത്തിന് പിന്നിൽ എന്ന് നാം തിരിച്ചറിയണം. ട്രെയിനുകൾക്ക് പോലും വന്ദേ ഭാരത് എന്ന് പേരിടുന്നതിൻ്റെ ലക്ഷ്യവും തീവ്ര ദേശീയത തന്നെ. വന്ദേമാതരത്തിൻ്റെ മാഹാത്മ്യം അറിയാത്ത വർഗീയ ശക്തികൾ ആ ഗാനം ഉപയോഗിച്ച് ഇവിടെ വർഗീയത ആളിക്കത്തിക്കുവാൻ ശ്രമിക്കുന്നു എന്ന് നാം തിരിച്ചറിയണം. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഊർജ്ജ സ്രോതസ്സായിരുന്നു വന്ദേമാതരം. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായുള്ള സമരങ്ങളിൽ ഇന്ത്യക്കാരെ ഒന്നിപ്പിച്ച പ്രധാന മുദ്രാവാക്യമായിരുന്നു വന്ദേമാതരം. സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ഇതൊരു പടപ്പാട്ടായിരുന്നു. 1905 ബംഗാൾ വിഭജന വിരുദ്ധ പ്രക്ഷോഭകാലത്ത് ഈ ഗാനം ജനങ്ങളിൽ ശക്തമായ ദേശഭക്തിയും മാതൃരാജ്യ സങ്കല്പവും വളർത്തി. ഈ പാട്ടിന്റെ സ്വാധീനം ഭയന്ന് ബ്രിട്ടീഷ് സർക്കാർ വന്ദേമാതരം പരസ്യമായി ആലപിക്കുന്നതെന്ന് നിരോധിച്ചു. എന്നാൽ ജയിലറകളിൽ പോലും വിപ്ലവകാരികൾ ഈ വരികൾ നെഞ്ചിലേറ്റി ആവർത്തിച്ചു. എന്നാൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി വന്ദേമാതരം രചിച്ചതിന്റെ 180-ാം വർഷം കേന്ദ്ര സർക്കാർ വിപുലമായി ആഘോഷിക്കുന്നു എന്ന പേരിൽ പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട്സ് ടു നാഷണൽ ഓണർ അമെൻമെന്റ് ആക്ട് 2026 വഴി വന്ദേമാതരത്തിന് ദേശീയഗാനത്തിന് തുല്യമായ നിയമപരിരക്ഷ നൽകുകയും സർക്കാർ ചടങ്ങുകളിലും സ്കൂളുകളിലും ഇതിന്റെ എല്ലാ വരികളും, അതായത് ഇതിന്റെ 6 പാരഗ്രാഫുകളും നിർബന്ധമാക്കിയതിന് പിന്നിൽ സങ്കുചിതമായ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടി ഉണ്ട്. അവ ഇനി പറയുന്നവയാണ്. 1. മാതൃഭൂമിയെ ദേവിയായി കണക്കാക്കുക. വന്ദേമാതരത്തിലെ വരികൾ മാതൃഭൂമിയെ ദുർഗയായും ലക്ഷ്മിയായും സങ്കല്പിച്ച് ആരാധിക്കുന്നതാണ്. ഇത് RSS മുന്നോട്ട് വെക്കുന്ന ഭാരത് മാതാ സങ്കല്പമായും ഹിന്ദുത്വ ദേശീയതയുമായും പൂർണ്ണമായും യോജിച്ചു പോകുന്നു. ഇന്ത്യയുടെ ചരിത്രത്തെയും ദേശീയ ചിഹ്നങ്ങളെയും സംഘപരിവാർ പ്രത്യയശാസ്ത്രത്തിന് അനുഗുണമായി പുനർനിർവചിക്കുവാനുള്ള ഗൂഢശ്രമങ്ങളുടെ ഒരു ഭാഗം കൂടിയാണിത്. 2. രാഷ്ട്രീയ ധ്രുവീകരണവും വോട്ട് ബാങ്കും. വന്ദേമാതരം ആലപിക്കുന്നത് ദേശസ്നേഹത്തിന്റെ അളവുകോലായി BJP ഉയർത്തിക്കാട്ടുന്നു. എന്നാൽ ഇത് പാടുവാൻ വിസമ്മതിക്കുന്നവരെ രാജ്യവിരുദ്ധരായി ചിത്രീകരിക്കുവാൻ അവർക്ക് സാധിക്കുന്നു. മത ന്യൂനപക്ഷ നിലപാടുകളെ ലക്ഷ്യമിടുകയാണ് ഇതിലൂടെ ഇവർ ചെയ്യുന്നത്. ഇസ്ലാം മതവിശ്വാസ പ്രകാരം അല്ലാഹുവിനെ അല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കുവാൻ അവർക്ക് പാടില്ലാത്തതിനാൽ, ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നതിനാൽ വന്ദേമാതരത്തിലെ ദേവീ സങ്കല്പങ്ങളെ ചൊല്ലി പല മുസ്ലിം ക്രൈസ്തവ സംഘടനകൾക്കും വിയോജിപ്പുണ്ട്. ഈ എതിർപ്പിനെ രാഷ്ട്രീയമായി ഉപയോഗിച്ച് ഭൂരിപക്ഷ സമുദായത്തെ തങ്ങൾക്കൊപ്പം ഏകീകരിക്കുവാൻ BJP ഇതുമൂലം ശ്രമിക്കുന്നു. 3. കോൺഗ്രസിനെതിരായുള്ള ചരിത്രപരമായ കുറവ് നികത്തുവാനുള്ള ശ്രമം. ഞാൻ ആദ്യം പറഞ്ഞു, 1937 മതനിരപേക്ഷത നിലനിർത്തുവാനായി കോൺഗ്രസ് വന്ദേമാതരത്തിന്റെ ആദ്യ 2 ഖണ്ഡികകൾ മാത്രമാണ് ഔദ്യോഗികമായി അംഗീകരിച്ചത്. കോൺഗ്രസ് മുസ്ലിം പ്രീണനത്തിനു വേണ്ടി വന്ദേമാതരത്തെ വിഭജിച്ചു എന്ന് കുറ്റപ്പെടുത്തി അവരെ പ്രതിരോധത്തിലാക്കുവാൻ BJP ഈ അവസരം നന്നായി ഉപയോഗിക്കുന്നു. 4. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പങ്കാളിത്തം സ്ഥാപിക്കുവാൻ, ഒരു പാരമ്പര്യം അവകാശപ്പെടാൻ. അവർക്ക് മുമ്പ് സൂചിപ്പിച്ചതുപോലെ സ്വാതന്ത്ര്യ സമരത്തിൽ RSSനും BJPക്കും നേരിട്ട് പങ്കില്ല എന്ന യാഥാർത്ഥ്യം മറികടക്കുവാൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന മുദ്രാവാക്യമായിരുന്ന വന്ദേമാതരത്തെ അവർ ഇപ്പോൾ സ്വന്തം പ്രതീകമായി സ്വയം ഏറ്റെടുക്കുന്നു. സംഘപരിവാർ ശക്തികളുടെ ഈ കന്നന്തിരിവ് രാജ്യത്തെ ജനങ്ങളെല്ലാം മനസ്സിലാക്കണം. നമ്മുടെ ദേശീയ ഗീതത്തെ പോലും ഉപയോഗിച്ച് ഇവർ വർഗീയത പാളിക്കത്തിക്കുവാൻ നോക്കുകയാണ് എന്ന് നാം തിരിച്ചറിയണം. ഭാരതീയ ജനതാ പാർട്ടിയുടെ തീവ്ര ദേശീയതയ്ക്ക് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക ലക്ഷ്യങ്ങളുണ്ട് എന്ന് എല്ലാ ജനങ്ങളും തിരിച്ചറിയുക. BJPയുടെ പ്രത്യയശാസ്ത്ര മാർഗദർശിയായ
RSSന്റെ ഹിന്ദുരാഷ്ട്രം എന്ന ആശയത്തിലാണ് ഈ ദേശീയത ഊന്നിയിരിക്കുന്നത്. മതപരമായ ഒരുമയിലൂടെ രാജ്യത്തെ ശക്തിപ്പെടുത്താമെന്ന് പാർട്ടി വ്യാമോഹിക്കുന്നു. ജാതി തിരിച്ചുള്ള രാഷ്ട്രീയത്തിന് പകരമായി ഹിന്ദു എന്ന പൊതുസത്വത്തിന് കീഴിൽ വോട്ടർമാരെ ഒരുമിച്ച് നിർത്തുവാൻ ദേശീയത ഒരു ആയുധമായി ഉപയോഗിക്കുന്നു. ന്യൂനപക്ഷ വിരുദ്ധ ചേരിതിരിവ്, അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണികളും ആഭ്യന്തര സുരക്ഷയും ചർച്ചയാക്കി വോട്ട് ബാങ്ക് അവർ സുരക്ഷിതമാക്കുന്നു. ശക്തമായ നേതൃത്വ പ്രതിച്ഛായ, ശക്തമായ ഇന്ത്യ, അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരെ എടുത്ത ശക്തമായ തീരുമാനങ്ങൾ, ഉദാഹരണത്തിന് സർജിക്കൽ സ്ട്രൈക്ക്, ഓപ്പറേഷൻ സിന്ദൂർ വഴി വിട്ടുവീഴ്ചയില്ലാത്ത ഒരു ഭരണകൂടം എന്ന പ്രതിച്ഛായ നിർമ്മിക്കുവാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആഗോളതലത്തിൽ ഇന്ത്യയുടെ ശക്തി വർദ്ധിപ്പിച്ചു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ ഈ ദേശീയവാദ സമീപനം ഇവരെ സഹായിക്കുന്നു. വിദേശാധിപത്യത്തിൻ്റെ അടയാളങ്ങൾ മാറ്റുകയും പ്രാദേശികവും പുരാതനവുമായ ഇന്ത്യൻ ചരിത്രത്തിനും സംസ്കാരത്തിനും പ്രാധാന്യം നൽകുകയും ചെയ്യുക എന്നത് ഇവരുടെ പ്രധാന ലക്ഷ്യമാണ്. അതുകൊണ്ടാണ് ചില സംസ്ഥാനങ്ങളുടെ പേര് മാറ്റുന്നു. അതുപോലെ പ്രതീകങ്ങളുടെ രാഷ്ട്രീയം, രാമക്ഷേത്ര നിർമ്മാണം, കാശി വിശ്വനാഥ് കൊറിഡോർ, പട്ടേൽ പ്രതിമ നിർമ്മാണം, ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 എടുത്തു മാറ്റുക എന്നിവയിലൂടെ അവയുടെ പ്രധാന ദേശീയ അജണ്ടകൾ അവർ നടപ്പിലാക്കുന്നു. ഈ തീവ്ര ദേശീയത ഇന്ത്യയുടെ ബഹുസ്വരതയ്ക്കും മതേതരത്തിനും ഭീഷണിയാണെന്നും ഇത് ന്യൂനപക്ഷങ്ങളെ പാർശ്വവൽക്കരിക്കുവാൻ കാരണമാകുന്നുവെന്നും വിലയിരുത്തപ്പെടുന്നു. എന്തുകൊണ്ടാണ് ജനഗണമനയെ ദേശീയ ഗാനമായി നമ്മുടെ ചരിത്ര ശില്പികൾ സ്വീകരിച്ചത് എന്ന് നാം മനസ്സിലാക്കണം. ഒരു രാജ്യത്തിന്റെ ചരിത്രം, സംസ്കാരം, ജനങ്ങളുടെ ഐക്യം, പാരമ്പര്യം എന്നിവ വിളിച്ചോതുന്നതും ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടതുമായ രാജ്യസ്നേഹ പ്രാർത്ഥനാഗീതത്തെയാണ് നാം ദേശീയഗാനം എന്ന് വിളിക്കുന്നത്. അന്താരാഷ്ട്ര വേദികളിലും ഔദ്യോഗിക ചടങ്ങുകളിലും രാജ്യത്തിൻ്റെ പരമാധികാരത്തെ അടയാളപ്പെടുത്തുവാനും ദേശീയഗാനം ആലപിക്കുന്നു. ഇവിടെയാണ് ജനഗണമനയുടെ പ്രസക്തി. കവിവര്യൻ രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ജനഗണമന 1950 ജനുവരി 24-നാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ ദേശീയഗാനമായി പ്രഖ്യാപിച്ചത്. ഇതിന്റെ പ്രധാന പ്രസക്തികൾ ഇവയൊക്കെയാണ്. വൈദ്യത്തിലെ ഐക്യം, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ, പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാത്ത നദികൾ, യമുന, ഗംഗ, പർവ്വതങ്ങൾ, വിന്ധ്യൻ, ഹിമാലയം എന്നിവയെ പരാമർശിച്ചുകൊണ്ട് ഭാരതത്തിന്റെ ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവുമായ വൈവിധ്യത്തെയും അതിലൂടെയുള്ള ഐക്യത്തെയും ഈ ഗാനം ഉയർത്തിപ്പിടിക്കുന്നു. മതനിരപേക്ഷത, യാതൊരു പ്രത്യേക മതവിഭാഗത്തെയും പ്രതികരിക്കാതെ രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങളെയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന മതേതര സ്വഭാവമാണ് ഇതിനുള്ളത്. ഈ ഗാനം പൂർണ്ണമായി പാടിത്തീർക്കുവാൻ കൃത്യം 52 സെക്കൻഡ് മാത്രം മതി. അതുകൊണ്ടാണ് ഭരണഘടനാ ശില്പികൾ ജനഗണമനയെ ദേശീയഗാനമായി തിരഞ്ഞെടുത്തത്. ബങ്കിം ചന്ദ്ര ചാറ്റർജി പോലും അന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരിക്കില്ല സംഘികൾ ഇന്ന് ദേവിമാരായ ദുർഗയെയും ലക്ഷ്മിയെ പോലും ഒരു രാജ്യത്ത് ഭിന്നതയുണ്ടാക്കുവാൻ വർഗീയതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമെന്ന്. അതുകൊണ്ട് ഇത് അനാവശ്യ വിവാദമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയുക. ഈ വിവാദം കൊണ്ട് നമ്മുടെ രാജ്യത്തിനോ നമ്മുടെ ജനങ്ങൾക്കോ യാതൊരു ഉപകാരവും ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കുക. ഇതുവഴി സംഘപരിവാർ ശക്തികൾ നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തന്ന നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെയും ഭരണഘടനാ ശില്പികളെയും അപമാനിക്കുകയാണ് ചെയ്യുന്നത് എന്നും മനസ്സിലാക്കുക. BJP സർക്കാർ ചെയ്യേണ്ടുന്നത് ന്യൂനപക്ഷങ്ങളെ തമ്മിലടിപ്പിക്കുന്നതിന് പകരം ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് ഭയമില്ലാതെ ഭരണഘടന ഉറപ്പാക്കുന്ന മൗലിക അവകാശങ്ങൾ ആസ്വദിച്ച് ജീവിക്കുവാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാക്കി കൊടുക്കുക. കോഴിക്കോടൊക്കെ ഇന്നുണ്ടായ ആ സംഭവങ്ങൾ വളരെ ലജ്ജാകരമാണ്. ജനങ്ങളാരും സംഘപരിവാർ ശക്തികളുടെ ഈ വർഗീയ അജണ്ടയിൽ വീഴാതിരിക്കുക, ജാഗ്രത പാലിക്കുക. എല്ലാവർക്കും i2i ന്യൂസിന്റെ 80ാം സ്വാതന്ത്ര്യദിനാശംസകൾ. i2i News, an eye for truth. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.